ഫൈറ്റിൽ ജയിച്ചാൽ ഹെഡ്ലൈറ്റ് ചറവറ ഇട്ടുകൊണ്ട് വരണമെന്ന് ഞാൻ ഏട്ടന് നേരത്തെ ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ട് തന്നെ ഇത് വിജയശ്രീലാളനായി വരുന്ന എൻ്റെ ഏട്ടനാട്ടോ. ഈ ഏട്ടന് ഞാനൊരു ബിഗ് സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് എൻ്റെ ഏട്ടൻ. അപ്പോൾ ചേട്ടന് ആർമിയിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഗിഫ്റ്റൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റാട്ടോ ഇത് കാണുമ്പോൾ ഏട്ടൻ്റെ ഫേസ് എന്തായിരിക്കും നമുക്ക് നോക്കാം. ഇതെന്താണെന്നറിയാൻ എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ട്, വീട്ടിൽ പോലും. യെസ്, ഫൈനലി ഏട്ടനത് മനസ്സിലാക്കി. വേറൊന്നുമല്ല, നത്തിങ്ങിൻ്റെ ഒരു ഫോണും അതിൻ്റെ കൂടെ ഓഫറിന് കിട്ടുന്ന വാച്ച് ആൻഡ് ഹെഡ്സെറ്റ്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ? ഏട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. അത് കാണുമ്പോൾ തന്നെ ഞാൻ അതിനേക്കാൾ വലിയ ഹാപ്പി ആട്ടോ. ഒരു 2-3 ദിവസം മുന്നേ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഏട്ടൻ്റെ മൊബൈൽ താഴെ വീണ് പൊട്ടി. അപ്പോൾ പുതിയത് വാങ്ങിക്കാൻ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ദുബായിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ ഈ മൊബൈൽ നാട്ടിലേക്ക് എത്തിച്ചത്. ഇനി ഈ സ്റ്റോറിയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ജയരാജിനെ പറഞ്ഞില്ലെങ്കിൽ പുള്ളിക്ക് ഭയങ്കര സങ്കടവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് കൊടുത്തുവിട്ട ഫോണാട്ടോ ഇത്. അപ്പോൾ ഏട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. വളരെ ക്യൂരിയോസിറ്റിയിൽ കുറേ ആൾക്കാർ ചുറ്റും നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് തുറക്കുകയാണ്. വാച്ചൊക്കെ ഏട്ടന് ഭയങ്കര ഇഷ്ടമായി. അത് അവൻ്റെ ഫേസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവാം. എന്താണെന്നറിയില്ല, എൻ്റെ ഏട്ടൻ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന കാണുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പീഹുവും ആമിക്കുട്ടിയും അച്ഛനും അടുത്ത് തന്നെയുണ്ട്. അച്ഛൻ ഈ മൊബൈലിലും വാച്ചിലേക്ക് നല്ലൊരു കണ്ണുണ്ട്. പക്ഷേ ഏട്ടൻ എന്തായാലും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛന് വേണമെങ്കിൽ നമുക്ക് പിന്നെയും വാങ്ങിച്ചു കൊടുക്കാം. ഇതെൻ്റെ ഏട്ടന് അവകാശപ്പെട്ടത് മാത്രമാണ്. എല്ലാവരും ഈ പ്രോഡക്റ്റുകൾ ഹാപ്പിയിലും ക്യൂരിയോസിറ്റിയിലും നോക്കുമ്പോൾ ഈ ഒരാൾ നോക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.